ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രയൽ ബാലൻസിലേക്ക് വരാം. ഇപ്പം നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് ചോദിക്കാം. ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ട് ട്രയൽ ബാലൻസ്, അല്ലെങ്കിൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്, അതുണ്ടാക്കാൻ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തന്നിട്ട്, അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ പറയും. ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ട്രയൽ ബാലൻസ് വെച്ചിട്ട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് അക്കൗണ്ടെന്നോ സ്റ്റേറ്റ്മെൻറ്റെന്നോ R&D സ്റ്റേറ്റ്മെൻറ്റ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിലേക്ക് എന്താണ് R&D സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാറുണ്ട്. അത് എന്താണ്, റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതായത് പൈസ ഇങ്ങോട്ട് വന്നതും പോയതും റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ R&D സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ആയിരിക്കും നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതാ നോക്കാം, ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ നോക്കിക്കേ, ഇലിസ്ട്രേഷൻ 1 കൊടുത്തേക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയോ കേട്ടോ. റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഫോർമാറ്റ് കണ്ട, ഒരു SL നമ്പർ കൊടുക്കുക, റെസിപ്റ്റ് കോളവും ഒരു പേയ്മെൻറ്റ് കോളവും. ഓക്കെ, റെസിപ്റ്റ് കോളം തന്നെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു SL നമ്പർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അത് തന്നെ അപ്പുറത്തും SL നമ്പർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പഴയ സോൾ പ്രൊപ്രൈറ്ററുടെ അക്കൗണ്ട്സ് പഠിക്കുന്ന പോലെ അത്രയും പാടൊന്നുമില്ല ഇവിടെ. നോക്കുകയുള്ളൂ. ഫ്രം ദ ഫോളോവിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ABC പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻ്റെ 31 മാർച്ച് 2019 റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നോക്കിക്കോളൂ, അതിന് കുറച്ച് ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ലോൺ ഫ്രം, കാണാവോ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ലോൺ ഫ്രം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ലോൺ പെയ്ഡ് ടു കോപ്പറേറ്റീവ് ബാങ്ക്, ലോൺ റിക്കവറി ഫ്രം മെമ്പേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, പൈസ ഇങ്ങോട്ട് വന്നാണോ ഇവിടുന്ന് പോയതാണോ, അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇങ്ങോട്ട് വന്നാണെങ്കിൽ റെസിപ്റ്റ് സൈഡിലും, ഇവിടുന്ന് പോയതാണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും കാണിക്കാം. വന്നോ പോയോ അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലോൺ ഫ്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എവിടുന്നെങ്കിലും ലോൺ എടുത്തു എന്നല്ലേ, അപ്പോൾ പൈസ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അത് റെസിപ്റ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ദെൻ ലോൺ പെയ്ഡ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്തായാലും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ട, റൈറ്റ് സൈഡിലേക്ക് പോകേണ്ട ഐറ്റമാണ്. ദെൻ ലോൺ റിക്കവറി ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ഇങ്ങോട്ട് ലോൺ റിക്കവർ ചെയ്തു, അത് ഇങ്ങോട്ട് പൈസ കിട്ടിയതാണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണോ പോയതാണോ എന്ന് നോക്കുക. കണ്ടോ, ഇത് നോക്കിക്കേ, കിട്ടിയതല്ല ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോൺ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ലോൺ റിക്കവറി ഫ്രം മെമ്പേഴ്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഫ്രം മെമ്പേഴ്സ്, ഡെപ്പോസിറ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഗോ ഡൗൺ ലോൺ ഫ്രം ഗവൺമെൻറ്, ലോൺ ഫ്രം ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് കിട്ടിയതാണ്. ലോണെന്ന് കാണുമ്പോൾ പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കരുത്. ലോൺ ഇങ്ങോട്ട് കിട്ടിയതാണ്, ഇവിടുന്ന് കൊടുത്തതാണോ നോക്കുക. ഇങ്ങോട്ട് കിട്ടിയ ലോണെല്ലാം പൈസ ഇങ്ങോട്ട് വന്നതല്ലേ, അത് മാത്രം ചിന്തിച്ചാൽ മതി. സബ്സിഡി ഓൺ ഗോ ഡൗൺ, നമുക്ക് സബ്സിഡി കിട്ടിയതാണ്. സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്, അപ്പോൾ പൈസ ഇങ്ങോട്ട് കിട്ടിയോ പോയോ അത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ലോൺ എടുത്ത് കിട്ടിയതാണോ അല്ലെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. ലോൺ പെയ്ഡ് കണ്ട, ലോൺ പെയ്ഡ്, ലോൺ ടു മെമ്പേഴ്സ്, ഡെപ്പോസിറ്റ് റീഫണ്ടഡ്, ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ബാങ്ക്, ഗോ ഡൗൺ കൺസ്ട്രക്ഷൻ, സാലറി, ഓഫീസ് എക്സ്പെൻഡിച്ചർ, വേജസ് പെയ്ഡ്, പർച്ചേസസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. ഉണ്ട്, ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അസറ്റല്ലെന്ന് വിചാരിക്കരുത്. അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പൈസ ഇവിടുന്ന് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് പോകുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ഡെപ്പോസിറ്റ് റീഫണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫണ്ട് ഇങ്ങോട്ട് കിട്ടിയെന്നല്ല, നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ ആർക്ക് കൊടുത്തു, തിരിച്ച് റീഫണ്ട് ചെയ്തു. ഡെപ്പോസിറ്റ് കിട്ടിയതായിരുന്നു, അത് തിരിച്ച് കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുത്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് കേട്ടോ. റെസിപ്റ്റ് പേയ്മെൻറ്റ്സുമായിട്ട് നമ്മൾ ഇതിന് തരം തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഡ്യൂട്ടി. പൈസ ഇങ്ങോട്ട് വന്നതാണോ പോയതാണോ നമ്മൾ മാത്രം ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ മെത്തേഡാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ ചെയ്യുക. കണ്ടോ, ഈ റെസിപ്റ്റ് സൈഡ് എല്ലാം ടോട്ടൽ ചെയ്യുക, അപ്പോൾ നമുക്ക് 59,000 കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, അപ്പോൾ നമുക്ക് 58,000 കിട്ടും. കണ്ടോ, ടാലി ആവില്ല. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേണം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, 6,000. ഇതൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസുമാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഈ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെയാണ്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് റെസിപ്റ്റ് സൈഡിൻ്റെ ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ
ഇത് ഈ 7,000 കണ്ടോ, ഈ 7,000 എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ എഴുതും. ഇതിപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 65,000 കിട്ടും. അതായത് 59,000 ടോട്ടലിൻ്റെ കൂട്ടത്തിൽ 6,000 കൂടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കൂടെ കൂട്ടി 65,000. ഇപ്പുറത്ത് 58,000 ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക. 65,000 നിന്ന് 58,000 പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന 7,000 അതാണ് എപ്പോഴും ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത് കണ്ടോ. അപ്പോൾ അതും കൂടെ ഇടുമ്പോഴാണ് 65,000 ആകുക. ഇങ്ങനെ വേണം ഈ ഒരു റെസിപ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് നിങ്ങൾ ബാലൻസ് ചെയ്ത് കാണിക്കാനായിട്ട്. ടോട്ടൽ മെത്തേഡ് പ്രകാരം ഇതുപോലെ ഇങ്ങനെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Illustration 5 നോക്കിയേ. ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ R&D സ്റ്റേറ്റ്മെൻറ്റ് ഓർ ട്രയൽ ബാലൻസ് ഓഫ് XY മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ് തന്നിരിക്കുന്നത്. ഇയർ എൻഡ് 31 മാർച്ച് 2019 ഡേറ്റ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങളുടെ R&D സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കുറച്ച് ഡേറ്റ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, റെസിപ്റ്റും പേയ്മെൻറ്റ്സുമായിട്ട് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ പണിയൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, റെസിപ്റ്റ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. 99,750 തൊട്ട് ഈ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ എടുക്കില്ല. ബാക്കി 19,564 വരെയുള്ള ട്രേഡ് ഇൻകംസ് വരെയുള്ള ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക കേട്ടോ. ഷെയർ ക്യാപിറ്റൽ മുതൽ സെയിൽസ്മാൻസ് കമ്മീഷൻ വരെയുള്ള ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് ഇതുപോലെ തന്നെ ഈ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എടുക്കാതെ പോയി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മളിവിടെ കാണിക്കാം. ഇവിടെ പോസ്റ്റ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഈ ടോട്ടലും തമ്മിലുള്ള ഈ 25,19,700 ആ ടോട്ടലും 25,61 ഈ ഒരു ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണുന്നത് 41,775. അതാണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അത് ടോട്ടൽ ചെയ്ത് ഇതേ എമൗണ്ട് തന്നെ 25,61,475 ഇത് തന്നെയാണ് കണ്ടോ. 25,61,475 അങ്ങനെ കൊടുക്കുക. അപ്പോൾ സാധാരണ ഇത് ഇങ്ങനെ തരാറില്ല കേട്ടോ. അതിങ്ങനെ റെസിപ്റ്റ് പേയ്മെൻറ്റ്സുമായിട്ട് മാറ്റിയും തരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, തനിയെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങളോട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനായിട്ട് പറയാം. ചിലപ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇങ്ങനെ റെസിപ്റ്റുകളെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ തരും. അതിവിടെ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, അല്ല, കുറച്ച് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്തേക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, അതുപോലെ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് താഴത്തേക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അതും ഇതുപോലെ തന്നെയാണ്. ഡയറക്റ്റ് റെസിപ്റ്റ് പേയ്മെൻറ്റ് തന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. റെസിപ്റ്റ് എല്ലാം എടുത്ത് റെസിപ്റ്റിൽ എഴുതുക, പേയ്മെൻറ്റ് എല്ലാം എടുത്ത് പേയ്മെൻറ്റിൽ എഴുതുക. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ട് തന്നിരിക്കുന്നതിന് പകരം വെർട്ടിക്കലായിട്ട് കുറേ റെസിപ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇതെല്ലാം തരും. അതിൻ്റെ താഴത്ത് പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ പേയ്മെൻറ്റ് എല്ലാം തരും. അങ്ങനെയും തരും കേട്ടോ. ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് തന്നിരിക്കുന്നു. അത് താഴെ ഇങ്ങനെ എടുത്ത് തരും. റെസിപ്റ്റ് എന്ന ഹെഡിങ് ഉണ്ടാവും, പേയ്മെൻറ്റ് എന്ന ഹെഡിങ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റെസിപ്റ്റ് സൈഡിലേക്കും പേയ്മെൻറ്റ് സൈഡിലേക്കും ഡയറക്റ്റ് മാറ്റാം. എന്ത് മാത്രം മാറ്റാൻ പാടില്ല, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് മാത്രം ഇവിടെ മാറ്റാൻ പാടില്ല. അതിവിടെ ടോട്ടലിൻ്റെ താഴെയായിട്ട് വേണം മാറ്റാൻ. അതും റെസിപ്റ്റിലേക്കുള്ളതാണ്, പക്ഷേ അത് ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ താഴത്തേക്ക് വേണം മാറ്റാനായിട്ട്. ഓക്കെ, ഇതാണ് നമുക്കൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ട്രയൽ ബാലൻസ് വന്നിട്ട്, അതായത് ഈ റെസിപ്റ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വന്നിട്ട് ഇത് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് അടുത്തത് ചോദിക്കാം. ഓക്കെ.